രാവിലെ ഇഡ്ഡലിയും ചമ്മന്തി ഉണ്ടാക്കി. ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോൾ 12 മണിയായി. പിന്നെ ബൈജു ഇല്ലായിരുന്നു. ഞാൻ പിന്നെ ഇവിടെ കതവ് അടച്ചിട്ട് അച്ഛന് ആഹാരം വിളമ്പി വെച്ചിട്ടാണ് പോയി. പരിപാടി 6:30-ക്കായിരുന്നു പറഞ്ഞത്. പക്ഷേ തുടങ്ങിയപ്പോൾ ഇവിടെ മഴയൊക്കെ കാരണം 7 മണി ഇല്ല വെച്ചാൽ ഞാൻ വരുമ്പോഴത്തേക്ക് അച്ഛൻ കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കി രാവിലെ ഒന്ന് എണീറ്റ്, ചമ്മന്തി ഉണ്ടാക്കി. ഉച്ചയ്ക്ക് ചോറ് വയ്ക്കുന്നില്ല. ഇന്ന് നിങ്ങൾ ഇല്ല വെച്ചാൽ ഇന്ന് ഉച്ചയ്ക്കും കൂടെ നമ്മൾ ഇഡ്ഡലി കഴിക്കാം. ഇന്ന് ഉച്ചയ്ക്ക് ഇഡ്ഡലി കഴിക്കാം കേട്ടോ. ബൈജു വൈകിട്ട് വരും. അവൻ വന്നിട്ട് ഞാൻ നേരെ എറണാകുളത്ത് പോകും. ഷൂട്ടിങ്ങിന് വേണ്ടി പോകും. നാളെ തുടങ്ങും. ആർസേ ആ ചമ്മന്തി മുക്കി കഴിക്കച്ച. നല്ല ചമ്മന്തിയാണ്, നല്ല കാന്താരി അരച്ച ചമ്മന്തിയാണ്. എന്ത് ഇതിലോട്ട് മുക്കി കഴിക്കാട്ടോ. ഞാൻ അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ ചൂടാക്കി ഇത്രയും കുടിക്കാനുള്ള. അങ്ങനെ ഒരുപാട് പണികൾ കിടക്കുന്നു. അച്ഛൻ കഴിക്കാട്ടോ. ഓക്കെ. അച്ഛൻ 3 ഇഡ്ഡലി കഴിച്ചു. മതി ലോക്കല്ലേ? ഓ അപ്പം ചൂട് വെള്ളം അവിടെ കുടിക്കണം കേട്ടോ. ഞാൻ എങ്ങനെ അത് പച്ചവെള്ളമല്ലേ? അല്ലല്ല അച്ഛൻ കുടിക്കുന്നത് വെള്ളം കുടിക്കണം നമുക്ക്. അച്ഛാ ചൂട് വെള്ളം വെച്ചാ കുടിച്ചിട്ട് വെച്ചാൽ മതി. കുടിച്ചിട്ട് വയ്ക്കണം. അത് കുടിക്ക്. അത് കുടിച്ചു. അത് കുടിച്ചിട്ടു. ചാല കുടിച്ചുള്ളൂ. അത് വേണ്ടേ വെള്ളം? വെള്ളം വേണ്ടേ? അത് കുടിച്ചു വെച്ചാൽ നല്ല ചൂടുവെള്ളം കുടിക്കൂ. ശരി, ഓക്കെ. ഇവിടെ ഇരുന്നോ, ഞാൻ പാലിട്ട് തരാം. ഓ ഓക്കെ. ഇഡ്ഡലി രാവിലത്തെ ഇഡ്ഡലിയാണ് കേട്ടോ. ഞാൻ ഉച്ചക്കലത്തെ കൂടെ ഇഡ്ഡലി ഉണ്ടാക്കി. ഇഡ്ഡലി, നല്ല സാമ്പാർ, പിന്നെ ചമ്മന്തി, ഒരു നാടൻ കോഴിമുട്ട പുഴുങ്ങിയത്. സാർ വാ സാറേ ഇങ്ങോട്ട്. ശകലം കഴിച്ചിട്ട് സാറ് കഴിച്ചിട്ട് വേണം എനിക്ക് കഴിക്കാൻ. വാ, 1:30 ആയി. വാ സാറേ ഇരിക്ക്. നിന്ന് കഴിക്കുമെന്നോ സാറേ? ഇവിടെ ഇരിക്കുക. വേണ്ട, ഇവിടെ കൈ കഴിവുണ്ട്. ഇപ്പം കഴിവുണ്ട. വേണ്ട, പാ. ഞാൻ പതുക്കെ മുട്ട ഇവിടെ എടുത്ത് വയ്ക്കും. അച്ഛൻ ഇന്നലെ മുട്ട കഴിക്കത്തില്ല പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അച്ഛൻ കഴിച്ചു. ഇന്ന് നമുക്ക് ചോറില്ല കേട്ടോ അച്ഛാ. കഴിച്ചോട്ടെ. എന്ത് നോക്കുന്നേ? മുട്ടയോടെ കഴിക്കണേ. ഇന്ന് രാവിലെ ഇഡ്ഡലിയാണ്, ഉച്ചയ്ക്ക് ഇഡ്ഡലിയാണ്. ഇല്ല അച്ഛാ, നല്ല ഇഡ്ഡലിയാണ്. പിന്നെ ഇന്ന് ചോറൊന്നും വെക്കണ്ട. വൈകിട്ട് അച്ഛന് ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി. ബൈജു ഒന്ന് റെഡിയാക്കും. നമ്മുടെ തൊട്ട് അക്കരെ ഉത്സവമാണ് അമ്പലത്തിലെ. അവിടെ റെക്കോർഡിങ് ഇട്ടേക്കു. അമ്പലത്തിലെ കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവമാണ്. അപ്പം അതിൻ്റെ അമ്പലത്തിൽ റെക്കോർഡിങ് ഇട്ടേക്കു. അതാണ് പാട്ട് കേൾക്കുന്നത്. ചെയ്തെടുക്കച്ച. ഇതെടുത്ത് കഴിക്കും. നല്ല വയലോട്ട് എടുത്ത് വെച്ചു. എടുത്തോ. ഇതെടുക്ക്. ഇതും കൂടെ കഴിക്കണം. അതുകൂടെ കഴിക്കണം. അല്ല വേണ്ട, ഇത് കഴിച്ചിട്ട് വെച്ചാൽ മതി. അല്ല വെച്ച് കഴിച്ചിട്ട് വെച്ചാൽ മതി. വേണ്ട, മുമ്പ് വയ്ക്കണ്ട. നമ്മൾ കഴിച്ചിട്ട് വെച്ചാൽ മതി. അച്ഛൻ കഴിച്ചു മുട്ട. കഴിച്ചു. ഞാൻ ആ മുട്ട പിന്നെ കൈ കൊണ്ട് കൊടുത്ത് വെച്ചാൽ കൈ ഇട്ട് കഴിച്ചു. ശാലോടെ ഉണ്ട്, അതുകൂടെ തരാം. അതും കൂടെ കഴിച്ചു. അതുകൂടെ കഴിക്കും. കഴിച്ചു. എന്നിട്ട് കൈ കഴിവ്. അതുകൂടെ കഴിക്കും. ഇന്നലത്തെ ഞങ്ങളുടെ പ്രോഗ്രാം ഗംഭീര വിജയമായിരുന്നു കേട്ടോ. ഇന്നലത്തെ പരിപാടി ഇന്നലെ ഞാൻ പരിപാടിക്ക് പോയതേ. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഞാൻ ഈ വീഡിയോക്കകത്ത് ആ പ്രോഗ്രാമിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഇടാം. ഓക്കെ, നമുക്കത് കാണാം. Hare
തിരുനാളിനോടനുബന്ധിച്ച് മനോഹരമായി നമ്മൾ ഈ സമ്മാനം കൊടുക്കും. എന്നാൽ ഞാൻ ആലോചിക്കുന്നത് ഈ പ്രോഗ്രാം നടക്കുന്നത് ഇവരിങ്ങനെ കയറുന്നു. അമ്മച്ചയുടെ പേരെന്താ? എന്റെ പേര് കുട്ടിയമ്മ. കുട്ടിയമ്മ. എവിടെയാ സ്ഥലം? ഞാൻ ജനിച്ചതോ? ജനിച്ചത് ഞാൻ ജനിച്ചത് കോട്ടയം. കോട്ടയം ഏത് ഭാഗം? എന്റെ എല്ലാ ഭാഗവും കോട്ടയം. ഏത് ഭാഗം? ഞാൻ തോന്നുന്നു ഇതെല്ലാം നീയാ പ്രസവിച്ചത്. അതല്ലോ, ഈ 8 മക്കളെ അമ്മച്ചി എങ്ങനെ പ്രസവിച്ചത്? ഇല്ല, ഞാൻ 2 മുട്ടയിട്ട് നീ ഇത് സിസേറിയൻ ഏതെങ്കിലും മുട്ടയെടുത്ത് വന്നല്ലോ വന്നപ്പോ നിൽക്കുന്ന തെറ്റില്ലേ? അതൊന്നും പ്രശ്നമല്ല. ഒന്നാമത്തെ കാര്യം ആളുകളെ ഇതിലേക്ക് കൊണ്ടുവന്നപ്പോൾ അത് ഏറ്റവും ആകർഷകമാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും അവരുടെ മാനസികതയും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞങ്ങളുടെ ഇടവകയിലുള്ള ആളുകൾക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ളതൊരു യാഥാർത്ഥ്യം. എനിക്ക് തോന്നിയത് കൃത്യമായിട്ടുള്ള ആളുകളെയാണ് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയത് എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. കാരണം ആദ്യമായിട്ട് നമ്മുടെ ദേവാലയത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അത് എത്രമാത്രം വിജയിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പേടി. കാരണം ഇത് നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഫ്ലോപ്പായി പോയാൽ അത് ഞങ്ങൾക്ക് വലിയ പ്രയാസമായിരുന്നു. പക്ഷേ ചേട്ടൻ പറഞ്ഞു ഒരു 100% ഉറപ്പ് തരാമെന്ന് പറഞ്ഞു. അത് കറക്റ്റായിട്ട് 101% അവർ വർക്ക് ചെയ്തു. അതിൻ്റെ വിജയമാണ് ഇന്ന് ഈ ദേവാലയത്തിൽ കാണുന്ന ആരവം. അത് 1-2 പേരല്ല, ഈ ഹാളിലുള്ള മുഴുവൻ പേരും ഈ പുറത്തത് പ്രോഗ്രാം തുടങ്ങി കഴിഞ്ഞിട്ട് ഒട്ടനവധി നിരവധി പേര് ഇങ്ങോട്ടേക്ക് കയറുന്നു. അത് നിങ്ങളുടെ പ്രോഗ്രാം വിജയമാണ്. നിങ്ങൾ തന്നതായ വിശ്വാസം ഞങ്ങൾ ഒരുപാട് വിശ്വസിച്ചു. അത് ഞങ്ങൾക്ക് ഉറപ്പ് നൽകി. ഒത്തിരി നന്ദി. ഇപ്പോഴും നമ്മളെ പ്രോഗ്രാം വരുന്നതുകൊണ്ട് സന്തോഷം, അത് കാണാൻ വരുന്നതുകൊണ്ട് ഒരു സന്തോഷം. ഇതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ